കണ്ണൻ സാറ് മരിച്ചിട്ടില്ലടാ. പക്ഷേ സ്വന്തം ഏട്ടനെ പല തവണ നീയും നിന്നെ സ്നേഹിക്കുന്നവരും കൂടി കൊല്ലാൻ നോക്കിയതാ. ഇവിടെ നടന്നതുപോലെ എന്നോട് പറയണം. ഏസിക്കകത്ത് ആരുടെ വിഷവാതകം കയറ്റിയത്? എനിക്കറിയില്ല. അറിയില്ലല്ലേ? പരമം കൊണ്ടുവന്ന ആളാണ്, ഒരു ശരവണനാണ്. പരമൻ കൊണ്ടുവന്ന ശരവണൻ. അവൻ നല്ലൊരു AC മെക്കാനിക് ആണല്ലോടാ. പക്ഷെ പരമൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ തന്നെ കൊട്ടേഷൻ ഏറ്റെടുത്ത് തുടങ്ങി. ഇത് നിന്റെ മൊബൈലാ. വിളിക്കടാ പരമനെ. എന്നിട്ട് കണ്ണൻ സാറ് മരിച്ചു എന്ന് പറ. കൊട്ടേഷൻ പൂർത്തിയാക്കിയിട്ട് ഒരു തുക നീ ഓഫർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അവന്. അതുമായിട്ട് ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് നീ ചെല്ലുമെന്ന് പറ. അവനോട് അങ്ങോട്ടെത്താൻ പറ. പറച്ചില് ഒരു സംശയവും പരമന് തോന്നരുത്. ഞാൻ അവനെ വിളിച്ച് നിനക്ക് തരും. മര്യാദയ്ക്ക് അവനോട് സംസാരിച്ചില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ അറിയും. ഡയൽ ചെയ്തിട്ടുണ്ട്. മര്യാദയ്ക്ക് പറ. ഹലോ പരമ, ഇത് ഞാനാ, ഉണ്ണി. പറ സാറേ. അയാള് മരിച്ചു. ആര്? കണ്ണൻ. ഞാനൊരു കാര്യം ഏറ്റതാ സാറേ. സാറിന് സന്തോഷമായില്ലേ? അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? പരമൻ ബോയ്സ് സ്കൂളിന്റെ ഗ്രൗണ്ട് വരെ ഒന്ന് വരണം. ആ ശരവണനെ കൂട്ടി. ഇപ്പൊ സമയം ഒരുപാടായല്ലോ സാറേ. എന്നാലും പൈസയുടെ കാര്യമല്ലേ, ഇപ്പൊ തന്നെ ഞാൻ അവിടെ എത്താം. ആ വേഗം വാ. ഇപ്പൊ സാർ അവിടെ എത്തുമല്ലോ അല്ലേ? ആ ഞാൻ ഉടനെ വരാം. ഓക്കെ. പൈസയുടെ കാര്യമായതുകൊണ്ട് അവന്മാരേത് പാതിരാത്രിക്കും വരും. ഇനി കുറെ കാലത്തേക്ക് പരമനും ശരവണനും കൊട്ടേഷൻ ഏറ്റെടുക്കാത്ത രീതിയിൽ അവന്മാരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്നിട്ട് നിനക്കുള്ള ശിക്ഷ വിധിക്കണം. നിന്റെ ഭാഗ്യത്തിന് കണ്ണൻ സാറിനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ കാണായിരുന്നു നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ആംബുലൻസിൽ നിന്നിറങ്ങുന്ന നിന്റെ ജഡം. എന്നുവെച്ച് ശിക്ഷാ നടപടിക്ക് കുറവൊന്നുമില്ല കേട്ടോ. നിനക്കൊരുപാട് തവണ ഞാൻ വാണിംഗ് തന്നതാ. നിന്റെ ഭാര്യയും കൂട്ടിയിട്ട് നീ വീട്ടിലേക്ക് പോയപ്പോഴും കാറ് തടഞ്ഞു നിർത്തിയിട്ട് നിനക്കും അവൾക്കും ഞാൻ മുന്നറിയിപ്പ് തന്നതാ. ഇനി കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും അവരുടെ കുഞ്ഞിനെയും ദ്രോഹിക്കരുത്. അറിയാവുന്ന ഭാഷയല്ല ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്റെ വാക്കിന് പുല്ലുവില. അതുകൊണ്ട് ഇനി സംസാരത്തിനൊപ്പം അതേ അളവിലും തൂക്കത്തിലും നിനക്ക് വേണ്ടത് ഞാൻ തന്നിരിക്കും. അയ്യോ, ഒരബദ്ധം പറ്റിപ്പോയതാ മാർക്കോ. മിണ്ടരുത് നീ. നീയും ജയിലിൽ കിടക്കുന്നവന്മാരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് കരയും, കാല് പിടിക്കും. കാര്യങ്ങളൊക്കെ ശാന്തമായ വീണ്ടും ഇതുപോലെ ഓരോന്ന് തുടങ്ങുകയും ചെയ്യും. ജയിലിൽ കിടക്കുന്നവന്മാരെ ഞാൻ സ്കെച്ച് ചെയ്ത് വച്ചിരിക്കുക. അവന്മാര് റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് ഈ കർക്കിടകത്തില് ഒരിക്കലും മറക്കാത്തൊരു ചികിത്സ അവന്മാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. മാർക്കോ, ഇപ്പോ നിനക്ക് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്തവന്മാരെ ഞാനന്ന് കണ്ടിട്ട് ഉടനെ ഇങ്ങോട്ട് വരാം. അത് കഴിഞ്ഞ് നീ നിന്റെ വിധിക്കായിട്ട് കാത്തിരുന്നോ. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചേ. ഇനി പറഞ്ഞുറപ്പിച്ച തുക കാലണ തെറ്റാതെ ഞങ്ങൾക്ക് തരണം. മാർക്കോ, മാർക്കോയോ? കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് കൊല്ലാൻ തെരഞ്ഞെടുത്തത് എന്റെ ആൾക്കാരെയാണെന്ന് നീയൊക്കെ അറിഞ്ഞു കാണുമല്ലോ.
അപ്പോഴെങ്കിലും അത് വേണ്ടാന്ന് വച്ചുകൂടായിരുന്നടാ. അയ്യോ.